അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാരം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല രേഖകൾ കിട്ടാത്തവരെ, അതുപോലെ തന്നെ യാത്ര മുടക്കമുള്ളവരെ, പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവർ, കർത്താവെ
കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഓരോരോ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുന്നവർ, കന്നുകാലികൾ വളർത്തിയും ചെറിയ കടകൾ നടത്തിയും ഒക്കെ ഉള്ളവർ, വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് പുഷ്കരമാക്കണമേ. ഈ ആശീർവാദം കൊണ്ട് അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചപ്പോഴേ ഞാനൊരു പരിവചന സങ്കീർത്തനം കേട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോസി പ്രവാചകൻ്റെ ആണ് അധ്യായം 6:6. ബലിയല്ല, ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എൻ്റെ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? സ്നേഹമാണെന്ന്. ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ പണ്ടേ ഞാൻ പള്ളിയെ കുറിച്ച് ഒരു പള്ളിയിൽ എനിക്ക് പണ്ട് മെയിൻ പരിപാടിയായിരുന്നു കുരിശിൻ്റെ വഴി. പള്ളി കഴിക്കുമ്പോൾ അത് എങ്ങനത്തെ ഒരു ഉച്ചക്ക് തുടങ്ങും, അതായത് ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. ഒരു ബറ്റാലിയൻ അൽമേനികളെ, നല്ല അറിവ് പണ്ഡിത്യമൊക്കെ ഉള്ള അൽമേനികളെ കുരിശിൻ്റെ വഴി പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. അത് എൻ്റെ മുറിയിൽ വിളിച്ചു കൂട്ടി. അവർ ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. കാര്യം അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ പ്രായക്കാർ തന്നെയാണ്. എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് അവർ വെള്ളയൊക്കെ എടുത്ത് കറുത്ത കുരിശൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വരും. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ ഞങ്ങൾ മേഖലാ കുരിശിന് വഴിയെന്നാണ് പറയണം. വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 2-3 വാർഡുണ്ടാവും. അപ്പോൾ ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കൂടും. അത് അവസാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് അവസാനിക്കണത്. അപ്പോൾ വെള്ളവും പെട്രോമാക്സും ഇതെല്ലാം കേട്ട് ആൾക്കാരാണെങ്കിൽ വളരെ ഭക്തിയോടുകൂടെ ഇതെന്ന് വെച്ചാൽ ഇതിനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞാനിതൊക്കെ ഒരു മിഷനായിട്ടാണ് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ അടുത്ത് ആരാധനയ്ക്കും ഒറ്റക്കൊക്കെ നിർന്ന് എപ്പോഴും ഇതിൻ്റെ വിശദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ഇങ്ങനെ ഫങ്ഷനായിട്ടാണ് ആൾക്കാർ ചെയ്യേണ്ടത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അഭിഷേകമായിരിക്കും അവിടെ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നിറയത്തിൽ പോലെ ഇരിക്കും. എന്താ കാര്യത്തിൽ അവിടെ ആർക്കും അവരത് പ്രേയർ ചെയ്തല്ലേ ചെയ്യണം. അവരും മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ ഇപ്പം തിരക്കൊക്കെ കാണിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ദൈവം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചിന്തയിൽ ആ കാലത്ത്. അതുകൊണ്ട് ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഇടവക വികാരിയാകുമ്പോൾ പോകണമല്ലോ എല്ലായിടത്തും. കരയുന്നവരവരെ കരയണം, ദുഃഖിക്ക് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം. അതല്ലേ പോളിസി. ദിവസം പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം വരും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല അഭിഷേകമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യണ കാരണം നല്ല അച്ചടക്കമാണ്, നല്ല ആൾക്കാരുടെ അകത്ത് ലയിച്ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം തുടങ്ങിയപ്പോൾ ഒരു ചേടത്തി, അവർ എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാക്കണ ചേടത്തിയാണ്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ചൂടാകണില്ലേ, അത് ഇതുപോലെ കുറേ ജന്മങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ടാണ് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറയണത്. അതായത് ഈ ചേടത്തി 12ാം സ്ഥലത്ത് വെച്ച്, അത് നിങ്ങൾ ജനഗുരുക്കന്മാർ ചിലപ്പോൾ പൊടിക്കൈ പറയാമായിരിക്കും. അത് ഞാൻ ഈ പൊടിക്കൈയല്ലേ പറയണത്, ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവർ 12ാം സ്ഥലത്ത് വെച്ച് പോയി കളഞ്ഞൊരു ഒരു വീട്ടിലായിരുന്നത് 12ാം സ്ഥലം. എന്നിട്ട് പിന്നെ അവർ 14ാം സ്ഥലത്ത് പൊങ്ങി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 12ാം സ്ഥലത്തെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് വഴക്കാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. അവർ പള്ളിയിൽ പോകും, കുർബാന കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസം പോകാൻ കാരണം ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാട്ടായങ്ങളാണത്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാരെ വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ, അത് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ്. മുൻപ് കാലത്ത്
വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ. എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇത് പറയണത് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം കുർബാന, ഞങ്ങളുടെ ഇടവകയിൽ ട്രഡീഷണൽ ഇടവകയായ കാരണം എല്ലായിടത്തും കുർബാന രോഗികൾക്ക് വെള്ളിയാഴ്ച കുർബാന കൊടുക്കണം, മാസാദ്യ വെള്ളിയാഴ്ച. അപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ അച്ഛൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കണമല്ല, ട്രഡീഷണൽ ആയതുകൊണ്ട് അച്ഛനെ ചെയ്യണമല്ല എന്ന് വിചാരിച്ച് ചെയ്യണതാണ്. അപ്പോൾ അച്ഛൻ ഈ കപ്പേരും കൂടെ പോകണമല്ലോ. അച്ഛന് ഒന്നാമത്തെ കുർബാന കഴിയുമ്പോൾ കപ്പേര് രണ്ടാമത്തെ കുർബാനൊക്കെ നിൽക്കുമല്ലോ. അതുകൊണ്ട് കപ്പേരിന് കൂടെ വരാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ നേരത്തെ പോകണം. അച്ഛനെ നിൽക്കാൻ എന്താണ്? അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുർബാന പോക്കറ്റിലിട്ടുള്ളൂ. ആൾക്കാർക്ക് അറിയത്തില്ല ഈ കുർബാന ഇങ്ങനെ പോക്കറ്റിൽ ഇടുന്നുണ്ടോ എന്ന്. അന്ന് അങ്ങേര്, ഞാൻ വളരെ കുഞ്ഞായിരുന്നു, ഞാൻ സെമിനാരിലൊക്കെ പഠിക്കണ 1ാം 2ാം കൊല്ലമൊക്കെ പഠിക്കും. പക്ഷേ ആ അച്ഛൻ കൊച്ചച്ഛനാണ്. പക്ഷേ അത് നമ്മളെ കുർബാന കൊണ്ട് നെഞ്ചത്ത് വെച്ച് ഒരു മാല പോലെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുർബാന അടക്കം ചെയ്തിട്ട് അത് നെഞ്ചത്ത് പൊത്തി വെച്ചിട്ട് കപ്പേര് മണിയടിച്ചിട്ടാണ് പോണത്. ഇപ്പം ഇന്ന് മണിയടിയുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല പള്ളികളിൽ. പക്ഷേ എന്നാലും ആ കൈ പൊത്തി കുട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കുർബാന ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ജനങ്ങൾ അവസാനം കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ കുർബാന അലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് അച്ഛനാണെന്ന് പറഞ്ഞാലും ശരി, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിൽ അറിയാതെ ചെയ്യണതായിരിക്കും, സൗകര്യത്തിന് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തൊരു സ്നേഹക്കുറവുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ്. ഇപ്പം ഈ ചെടുത്ത് ചെയ്ത് അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അവരാ 12ാം സ്ഥലത്ത് മുങ്ങിയിട്ട് 14ാം സ്ഥലത്ത് പൊങ്ങണം. അപ്പം ഇങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട് അത് അനാചാരമായിട്ട് മാറും. നോൻപ് കാലത്ത് ആചാരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആചാരങ്ങൾ കൂടുതലാണ് നോൻപ് കാലത്ത്. പക്ഷേ അർത്ഥം നഷ്ടപ്പെട്ട സ്നേഹത്തിൽ വളരുന്നില്ല, അനുരഞ്ജനപ്പെടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നിനക്ക് ശത്രു ബാക്കി അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത മുഴുവനും അനാചാരമാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൽ ആ നഗരി കാണിക്കലും, ചില പള്ളികളിലൊക്കെ നഗരി കാണിക്കലില്ലേ, എന്തോ ഒരു ഇടിയാണ് ആൾക്കാരവിടെ രൂപം മുത്താനൊക്കെ. പക്ഷേ അതിനുശേഷം ആ ശത്രുതയായിട്ട് നിൽക്കുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപം മുത്താൻ വേണ്ടി ഇടിച്ച ആൾക്കാരുടെയും ശത്രുതയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോഴെന്താ പറ്റണത്? അർത്ഥം, ആചാരത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് അയാൾ കാണിച്ചത് അനാചാരമാണ്. അതുകൊണ്ടാണ് ദൈവതിരുസന്നിധി എന്നെ എൻ്റെ ഭർത്താവിനെയും നിർത്തിയതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഹസ്ബൻഡ് സജിത്ത്. ഞാൻ 14/6/2025 ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യ സംബന്ധമായാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ആൾ റൊമാനിയയിലായിരുന്നു, ഷെഫായിരുന്നു. അപ്പോൾ റൊമാനിയയിൽ ചെന്നപ്പോൾ ആൾക്ക് ലാംഗ്വേജ് പരമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ റൊമാനിയൻ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ആൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഡ്യൂട്ടി സമയത്ത് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ജോലിയെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ദിവസവും വിളിക്കുമ്പോൾ എന്നും ഇങ്ങനെ പരാതി പറച്ചില്ല, എനിക്ക് വയ്യ, എനിക്ക് നിർത്തി, ഞാൻ പോരും, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ആളുടെ കോള് വരുമ്പോഴത്തേനും നമുക്ക് അതേമേ ഇന്ന് എന്ത് പറയാനാണ് വിളിക്കുന്നേ എന്നുള്ളൊരിതായി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി പോരുക, അല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിൽ അവിടെ ചർച്ചിൽ പോയി ആൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. ചർച്ചിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതുപോലെ യൂട്യൂബിൽ പ്രാർത്ഥന കേൾക്കുന്ന സമയത്താണ് കൃപാസനത്തിലെ ഒരു സാക്ഷ്യം ആളുടെ ഫോണിൽ കാണുന്നത്. അത് കാണാൻ കാരണം എന്നാന്ന് വെച്ചാൽ ആളുടെ ഒരു സ്കൂൾ മേറ്റിൻ്റെ സാക്ഷിയായിരുന്നു. അയാളെ കണ്ടുകൊണ്ട് ആൾ ആ സാക്ഷ്യം കേട്ടതാണ്. കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ ആൾ വേഗം യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും എന്നോട് അത് പറയുകയും ചെയ്തു. എന്നിട്ട് ആൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കും പ്രാർത്ഥനയൊക്കെ അയച്ചു തന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ആൾ ഓൺലൈൻ ഉടമ്പടിയിലും
ഞാൻ അല്ലാണ്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ആ ജോലിയിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല. ആളോട് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്യുന്ന അവർ റൊമാൻസ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ റഫായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതൊക്കെ അങ്ങ് മാറി. പിന്നീട് അവർ സ്നേഹത്തോടെ ആയി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിയിൽ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. പിന്നീട് പുള്ളി ജോലിയുടെ കാര്യങ്ങൾ വേറെ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇരുന്നു. പിന്നെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായി. ആ സമയത്താണ് ഞാൻ എൻ്റെ വീട് മോറ്റയാണ്. അവിടെ പോയിട്ട് വീട്ടിൽ 2 മാസം നിന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, തൻ്റെ തൊണ്ടയിലൊരു തടിപ്പ് പോലെ കാണുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞ് ഡോക്ടർ, അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ നാത്തൂനും എൻ്റെ ഫ്രണ്ടും കൂടെ താങ്ങി പിടിച്ചാൽ കൊണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പേടിച്ചു പോയി, എന്ത് പറ്റി, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് പേടിയാണ് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ചെറിയൊരു തടുപ്പുണ്ട്, നമുക്ക് ആദ്യം ഇത് സ്കാൻ ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാം, ആദ്യം പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വലിയ മുഴയാണ്. അപ്പോഴത്തേനും അത് കേട്ട വഴി ഞാൻ അവശതയായി, ആകെ ഇതായി. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞു തൈറോയിഡിൻ്റെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉടനെ തന്നെ ക്യാൻസർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാത്തും പറഞ്ഞു ഞങ്ങൾ എന്നാൽ പുറത്ത് ചെയ്യട്ടെ, ഒരുപാട് താമസം വന്നാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, ഒരുപാട് താമസം വന്നാൽ പുറത്ത് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്തൊന്നും ചെയ്യണ്ട, കൂടി വന്നാൽ 3 ദിവസം അതിനുള്ളിൽ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നോക്കി നിൽക്കുകയാണ്. വിളിക്കുന്നത് നോക്കി ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോൾ ഡോക്ടർ ആദ്യം തൈറോയിഡിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ച് നോക്കിയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് ഒന്നോടെ പിടിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ഡോക്ടർ പറഞ്ഞു നീ ഇത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അഥവാ എന്ത് അസുഖമാണെങ്കിലും അതിന് ചികിത്സയുണ്ട് കേട്ടോ, മരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഒരു ഇത് കേട്ടതും എനിക്ക് മനസ്സിലായി എനിക്കെന്തോ ക്യാൻസറാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു സൂചന എനിക്ക് ഡോക്ടർ തന്ന പോലെ തോന്നി. അപ്പം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാത്ത കാരണം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരക്കാണ്, അതുകൊണ്ടാണ് വിളിക്കാത്ത, എമർജൻസി ആയിട്ടുള്ളതൊക്കെ ആദ്യം ചെയ്യുകയാണ്, വിളിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ അന്വേഷണമൊന്നും പോയില്ല. ഞാൻ ഇവിടെ വന്ന ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരാൻ നോക്കി നിൽക്കണ്ട, നീതു ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്, നീതു വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് 3 മാസമായിട്ടും അവരെന്നെ വിളിച്ചില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവെ അവർ തീയും വെള്ളവും ഒന്ന് തിരിച്ചറിയുന്നോടം വരെയെങ്കിലും എനിക്ക് ജീവിക്കണം. അവർ മുഷിഞ്ഞ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്നതും അലക്ഷ്യമായി മുടിയിട്ട് സ്കൂളിൽ പോകുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കണം മാതാവേ, എനിക്കൊന്നും വരുത്തല്ലേ. അത് തന്നെയല്ല എനിക്ക് ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്. ഡെലിവറി സമയത്ത് വെറും പാരസെറ്റാമോൾ മാത്രം കഴിച്ചാണ് പാരസെറ്റാമോൾ മാത്രം, ഒരു മരുന്ന് പോലും എനിക്ക് കഴിക്കാൻ വയ്യ. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ, എനിക്ക് മരുന്ന് കൊണ്ട് തന്നെ മാറണേ. 3 മാസമായിട്ടും ഒരതുമില്ലാണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാം വഴക്ക് പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പോയി ടെസ്റ്റ് ചെയ്യുക, ഇനി അവിടെ നിന്ന് വിളിക്കുന്നത് നോക്കണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാൻസർ ടെസ്റ്റിന് ചെക്ക് ചെയ്തു, റിസൾട്ട് വന്നു. ഞാൻ അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഓപ്പറേഷനും ചെയ്യണ്ട, ഒരു മരുന്ന് പോലും കഴിക്കണ്ട എന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ മാതാവ് എന്നോട് ഞാൻ ആദ്യം പോയി കണ്ട ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടറാണ്, എല്ലാവർക്കും നല്ല വിശ്വാസം. അപ്പോൾ ആ ഡോക്ടർ അത്രയും ഉറപ്പോടെ എന്നോട് നീതു എന്തുണ്ടെങ്കിലും മരുന്നുണ്ട് കേട്ടോ എന്ന് അത്ര ഇതോടെ ഡോക്ടർ പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഇത് ക്യാൻസർ ആയിരിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് എനിക്ക് മാറ്റി തന്നു. പിന്നീട് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറെ 2 മെയിൻ നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് നോക്കി. അപ്പോഴും ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മരുന്ന് പോലും കഴിക്കേണ്ട, അതങ്ങ് മാറിക്കോളും,
തനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടോ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമോ നോക്കുമോ എല്ലാം ചെയ്താൽ മതി, അല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡ് എനിക്ക് വയ്യാണ്ട് വന്നപ്പോൾ ജോലി അവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയത്. പിന്നീട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുത്തു. ജോലിക്കാരുമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വിഷയം. ഇൻ്റർവ്യൂ ഒക്കെ വന്ന് കൈ കിട്ടിയിട്ട് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ഷോർട്ട് ലിസ്റ്റ് ഇട്ടേക്കുവാണ് എന്നൊക്കെ പറയും. തിരിച്ച് റിപ്ലൈ ഒന്നും കാണാത്ത കാരണം അങ്ങോട്ട് മെയിൽ അയക്കുമ്പോൾ അവർ പറയും സോറി. അങ്ങനെ ഒരു 10-15ഓളം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അറിയാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം, അവരുടെ ഫീസ്, ഓട്ടോ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടക്കണം. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ എത്രയും പെട്ടെന്ന് ജോലിക്കാരിയൊക്കെ ഒന്ന് ശരിയാവണേ, വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി പോലും ശരിക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എന്ന് പ്രാർത്ഥിച്ച് പിന്നീട് മാലിദ്വീപിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് അയച്ചു തന്ന് അത് സൈൻ ചെയ്ത് അയച്ചു. പിന്നീട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പർ കൂടി കിട്ടണം, അത് കിട്ടുന്നില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് വരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് മെയിൽ അയച്ചു ചോദിച്ചു, പറഞ്ഞു ഇവിടെ നൊയമ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി താമസം വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായി വരികയാണ്, ജോലിയില്ല, ആ അവസ്ഥയിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. അതിൽ അച്ഛൻ പറഞ്ഞു 7 എന്ന നമ്പർ ഗോൾഡൻ ലെറ്ററിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കേട്ടു. ഹസ്ബൻഡ് അത് ഉള്ളിൽ കേട്ട് ശരിക്കും പ്രാർത്ഥിച്ച്, ഞാൻ ജസ്റ്റ് കേട്ടു, അങ്ങനെ എഴുതിയോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു 7 എന്നൊരു നമ്പറിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഈ 7-ാം തീയതി ആയപ്പോഴേക്കും ആൾക്ക് വർക്ക് പെർമിറ്റ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞു 7-ാം തീയതി എന്നൊരു ഇത് പറഞ്ഞില്ലേ, എനിക്ക് അന്ന് തന്നെ വന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്ന ആളത് സൈൻ ചെയ്തു. ഈ ഞായറാഴ്ച ആൾ മാലിദ്വീപിലേക്ക് പോവുകയാണ്. പിന്നീട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. ഞാൻ ടാബ്ലറ്റ് എല്ലാം അലർജിയാണ്, ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്, ഡസ്റ്റ് അലർജിയാണ്, ഷെൽഫ് ഫുഡ് എല്ലാം അലർജിയാണ്. ഒന്നും എനിക്ക് കഴിക്കാനോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ചോക്കിൻ്റെ പൊടി അലർജിയാണ്, മാസ്ക് വെച്ചാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് അലർജിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5 വർഷമായിട്ട് ഞാൻ രാത്രി മോണ്ടക് എന്ന അലർജിയുടെ ഗുളിക കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം ചിലപ്പോൾ അത് മേടിക്കാൻ മറന്നുപോയി, എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് വന്ന ഒരു രാത്രി 2 മണിയാകുമ്പോഴത്തേനും ഞാൻ എഴുന്നേക്കും. എൻ്റെ നെഞ്ചിലിരുന്ന് പ്രാവ് കുറുകും പോലെ കുറുകും. ശ്വാസം എടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും. എൻ്റെ കണ്ണും മൂക്കും ഒക്കെ ചൊറിഞ്ഞ് വല്ലാണ്ട് വീർക്കും. നേരം വെളുത്ത് മെഡിക്കൽ സ്റ്റോർ തുറക്കുന്നതോടെ വരെ ഞാൻ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ ആ ഗുളിക ഉപയോഗിക്കുന്നില്ല, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു. എനിക്ക് ഷെൽഫ് ഫുഡ് അലർജി എന്ന് വെച്ചാൽ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ അടുത്ത് നിന്നാൽ മതി, ആ സ്മെല്ല്, അതിൽ നിന്ന് വരുന്ന ആ സ്മെല്ല് അടിക്കുമ്പോൾ ഉടനെ തന്നെ ശ്വാസം മുട്ടിയിട്ട് എനിക്കൊന്നും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ മരുന്ന് എടുക്കേണ്ട അവസ്ഥയാണ്. ഒരാഹാരം വേവിക്കുമ്പോൾ പോലും എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടവൽ വെച്ച് കെട്ടിയായിരുന്നു ചെമ്മീനൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, മാസ്കും വെക്കേണ്ട ഒന്നുമില്ല, ഞാൻ ധൈര്യമായിട്ട് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണ്. പിന്നെ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങളായതിനു ശേഷം എനിക്ക് വർക്ക് പോകാൻ പറ്റിയില്ല. അവർ 2 പേരും സ്കൂളിലായപ്പോൾ ഞാൻ പിന്നെ പയ്യെ ജോലിയിലേക്ക് നോക്കാം എന്ന ഇതായി. പക്ഷേ 8 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് വന്നായിരുന്നു എനിക്ക് ജോലിയൊക്കെ കിട്ടാൻ. B.Ed എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ഇതായതുകൊണ്ട് ടീച്ചിങ് ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു ജോലി കിട്ടണം. ഹസ്ബൻഡും പ്രാർത്ഥിച്ചു, നീതുവിനൊരു ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ അവിടെയൊക്കെ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങും വിളിക്കുന്നില്ല. ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, നീതു അല്ലേ, ഞങ്ങൾ ഇങ്ങനെ തകഴിയിൽ നിന്ന് വിളിക്കുവാണ്,
അപ്പം ഞാനിങ്ങനെ ഓർത്ത് തകഴി സ്കൂളിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ബയോഡേറ്റ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ബയോഡേറ്റ ഒന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞ് നമ്പർ കിട്ടി, നമ്പർ ഒരാളോട് മേടിച്ച് വിളിക്കുവാണേ, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്, നീ ഇത് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കൊരു ജോലി അവിടെ കിട്ടി. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോഡേറ്റ പോലും കൊടുക്കാണ്ട് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു. പിന്നെ തമിഴ് പത്രം മേടിച്ച് ഞങ്ങൾ വേളാങ്കണ്ണി അവിടെ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ തമിഴ് പത്രം മേടിച്ച് എടത്തുവ പള്ളിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തമിഴ് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും, തീർത്ഥാടകർ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവർക്ക് പത്രം കൊടുത്ത് അവരുടെ ഫുള്ള് യൂട്യൂബൊക്കെ എടുത്ത് കാണിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ കാണിച്ച് തമിഴ് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മലയാളം പത്രം മേടിച്ച് ഞങ്ങൾ വീടുകളിലാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയാണ് ഞങ്ങൾ കൊടുക്കാറ്, കൂടുതലും കൈകൊണ്ട് എഴുതിയാണ് കൊടുക്കാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. എങ്കിലും കൂടുതലും ഞങ്ങൾ കൈകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പത്രത്തിൻ്റെ ഒപ്പം ക്ലിപ്പ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് മാത്രമേ ഞങ്ങൾ പത്രം കൊടുക്കാറുള്ളൂ. അഥവാ പത്രം വേണ്ട എന്ന് പറയുന്നവരോട് ദേഷ്യമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി കളയുന്നതിലും നല്ലതല്ലേ. പിന്നെ ഒരു പ്രാവശ്യം പത്രം കൊടുത്തവർക്ക് വീണ്ടും ഞങ്ങൾ കൊടുക്കാറില്ല. തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തീർത്ഥാടക പള്ളികളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടവക പള്ളികളിലല്ല, തീർത്ഥാടക, അവിടെ പലയിടത്തുനിന്ന് ആളുകൾ വരുന്നതല്ലേ. അങ്ങനെ ഒരു ദിവസം തൊടുപുഴ മുതലക്കുടം പള്ളിയിൽ, എൻ്റെ വീട് മോറ്റയാണ്, ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞങ്ങൾ മുതലക്കുടം പള്ളിയിൽ പോയി. അവിടെ 4 കെട്ട് പത്രവും ഞങ്ങൾ വിതരണം ചെയ്തു. അതിൽ ഒരാൾ മാത്രമേ മാതാവിനെ അറിയത്തില്ല, ആദ്യമായിട്ട് മാതാവിനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മാതാവിനെ അറിയുന്നവരാണ്, കൃപാസനത്തെ അറിയുന്നവരാണ്, യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന കാണുന്നവരാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അറിയാത്തവരെ അറിയിക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദിവസം ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല എന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, 10 വർഷമൊന്നും വേണ്ട, ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അറിയാത്തവരെ നമ്മൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് അറിഞ്ഞവരെ ആഴപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പം മാതാവിനെ അറിയുന്നവരോട് കൂടുതലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാതാവിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പത്രം കൊടുക്കാവുള്ളൂ. ചിലർ പത്രം മാതാവിൻ്റെ പത്രമാണ്, ഇതിന് മേടിക്കാണ്ട് പോയാൽ എന്തെങ്കിലും ദോഷം കിട്ടിയാലോ എന്ന് ഓർത്ത് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാത്ത. അവരോട് ഞാൻ പറയും, ഞാൻ ഈ പത്രം തരുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പത്രം തരൂ എന്ന് പറഞ്ഞ് പത്രം കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ സാക്ഷിയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിലുള്ള അച്ഛൻ്റെ ആരാധനയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഓർഫണേജ്, ആദ്യം ഞങ്ങൾ അമ്മമാരുടെ ഓർഫണേജിൽ പോയി അവിടെ അമ്മമാർക്ക് ആവശ്യമായ ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അമ്മമാർ കിടപ്പിലായവരൊക്കെയാണ്, അവർക്ക് സോപ്പ്, ലോഷൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കൂടുതൽ, അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ അമ്പലപ്പുഴ അച്ഛന്മാർ, പ്രായമായ അച്ഛന്മാരെ നോക്കുന്നവരുണ്ട്, അവിടെയും പോയി ഫുഡിനുള്ള സാധനങ്ങളും അവർക്ക് നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഞങ്ങൾ കഴിയുന്ന, ഒരുപാടൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഈ 6 മാസം ജോലി ഇല്ലാണ്ടിരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ, എന്നോടൊരു ദിവസം ഹസ്ബൻഡ് എന്നെ ജോലിക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പത്രം വാങ്ങി കൊടുക്കാൻ പോലും പൈസ ഇല്ലല്ലോ നീതു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളൊരു മാതാവേ, നിൻ്റെ പത്രം വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മിക്ക ദിവസം എടത്തുവ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ പോയിരുന്നൊരു കൊന്ത ചൊല്ലിയിട്ട് വരും. 3 പ്രാവശ്യം ഞങ്ങൾക്ക് എടത്തുവ പള്ളിയിലിരുന്ന് കൃപാസനം പത്രം ഓരോ കെട്ട് വെച്ച് 3 പ്രാവശ്യം, പൈസ ഇല്ലാത്ത സമയത്ത് 3 പ്രാവശ്യം ഞങ്ങൾക്ക് 3 കെട്ട് പത്രം കിട്ടി. ആ പത്രം ഞങ്ങൾ അപ്പോൾ തന്നെ വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോയുള്ളൂ. പിന്നെ വണ്ടാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി, അവിടെ വാർഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആളുകളെന്ന് വെച്ചാൽ അവരെ ആരെയും നോക്കാനില്ലാത്തവരാ, ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ. വാർഡിൽ കയറുന്ന ഉള്ളിടത്തൊക്കെ ആളുകളൊക്കെ ഉള്ളവർ, അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആരും നോക്കാനില്ലാത്ത ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ.
അവരെ പോയി കണ്ട് അവരോട് മാതാവിനെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുകയും ഞങ്ങൾ ചെയ്തു. പിന്നെ ആർക്ക് വയ്യ എന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് വെച്ചാൽ ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും ചൊല്ലാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു. യൂട്യൂബ് വെച്ച് ഒപ്പം തന്നെ കൊന്ത ചൊല്ലി അങ്ങനെ ഞാൻ പഠിച്ചു. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പോൾ എല്ലാ ദിവ്യ രഹസ്യങ്ങളും ഞങ്ങൾക്ക് കാണാപ്പാടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ബുക്കിൻ്റെ ഒന്നും സഹായം വേണ്ട, യൂട്യൂബിൻ്റെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ കൊന്ത ചൊല്ലും. പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു കൊന്ത ഫുള്ള് ഞങ്ങൾ ചൊല്ലാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അച്ഛൻ്റെ ആരാധന ഞങ്ങൾ ഒരിക്കലും മുടക്കിയിട്ടില്ല. അത് ഷെയർ ചെയ്യാനും മറക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ ജോലികളൊക്കെ വേഗം ഒതുക്കിയിരുത്തി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ചു. പിന്നെ ദൈവത്തെ ഉടമ്പടി എടുത്തതിലൂടെ ദൈവത്തെ ഇത്ര അടുത്ത് നമുക്ക് അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇത്രയും നാളും നമ്മൾ. പക്ഷെ ദൈവത്തെ ഇത്ര അടുത്തറിയാനും പറ്റുമെന്ന് ഈ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലായത്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിക്കും. സങ്കീർത്തനങ്ങൾ 80, 18, 19 തിരുവചനങ്ങൾ. ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നീതു സജിത്ത് എന്ന ഈ മകളും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിതം എങ്ങനെ കുറേ കൂടി അനുഗ്രഹമുള്ളതായി തീർന്നുവെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ മക്കൾക്ക് ലഭിച്ച ഭൗതികമായ നന്മകളെക്കാളുപരി അവർക്ക് ലഭിച്ച വിശ്വാസം എന്ന വലിയ ദാനത്തെയും അത് ജീവിക്കുവാൻ അവർക്ക് ലഭിച്ച വലിയ സന്തോഷത്തെയും ഈശോയുടെ പ്രേക്ഷിത പ്രവൃത്തികളിൽ എത്ര താല്പര്യത്തോടും നിഷ്കളങ്കതയോടും കൂടി നിരന്തരം വ്യാപരിക്കുവാൻ ഈ മക്കൾ ശ്രദ്ധിക്കുന്നുവെന്നും അവരുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനം തീ പോലെ പടരുന്നത്, അഭിഷേകമുള്ള മക്കൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും കൃപയുള്ള വചനത്തെ കൈമാറുന്നത് ഈ മക്കളിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ ജീവിക്കുമ്പോഴും ഈശോ തന്നെ അവരുടെ കരങ്ങളിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുകയും ദേവാലയത്തിൽ ശ്രദ്ധയില്ലാതെ വെച്ചിട്ട് പോകുന്ന കൃപാസന പത്രം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ച് അത് ദൈവസ്നേഹത്തോടു കൂടി സഹോദരങ്ങൾക്ക് എങ്ങനെ പങ്കുവയ്ക്കാമെന്നും ഈ മക്കൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാൻ ലോകത്തിൽ ആളുകളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ അറിഞ്ഞുകൊണ്ടും ലോകത്തിൻ്റെ ഏതൊരു ജീവിത സാഹചര്യത്തിലും കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാൻ കെൽപ്പുള്ള ഒരു തലമുറ ഇവിടെ ജീവിക്കുന്നുവെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തുകയാണ്. ഈ അക്രൈസ്തവ മക്കൾ നമ്മളോട് പറഞ്ഞ ഉടമ്പടി സാക്ഷ്യം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്ന സാക്ഷ്യമാണ്. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അല്പം പോലും ചഞ്ചലപ്പെടാതെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജോലിയാവട്ടെ, രോഗക്ലേശങ്ങളാവട്ടെ, ഇല്ലായ്മകളാവട്ടെ, അത് മുഴുവനും അമ്മയിലൂടെ ഈശോ മാറ്റിത്തരുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള, ദൈവം എല്ലാം ശുഭകരമാക്കും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള ആത്മധൈര്യത്തിൻ്റെ സാക്ഷ്യമാണ്. സങ്കടകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മുട്ടിക്കളയില്ല. ഞങ്ങൾ ഉടമ്പടിയിലാണോ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ജീവിതത്തിനാവശ്യമായ അനുഗ്രഹം നേടിത്തരും എന്ന പ്രത്യാശയോടുകൂടി ജീവിതത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധതയുടെ സാക്ഷ്യമാണ്. അവർ ഒരിക്കലും സങ്കടപ്പെട്ടുകൊണ്ടല്ല ഉടമ്പടിയെ കണ്ടത്,
ജീവിതത്തിൻ്റെ നിർണായകമായ അവസ്ഥകളിലൊക്കെയും സാഹചര്യങ്ങളിലൊക്കെയും ഉടമ്പടി അവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയും ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയെന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. ഈ കുടുംബത്തിൽ ലഭിച്ച വിശ്വാസമെന്ന ദാനത്തിന്, ഭൗതികമായ നന്മകൾക്ക്, കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവസ്നേഹം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ഈ മക്കൾക്ക് ലഭിച്ച കൃപയ്ക്ക്. എൻ്റെ പേര് ഡാനിയ തങ്കച്ചൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ചെമ്മണ്ണാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഡിസംബർ 13 ഉടമ്പടി എടുത്തത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ കരം പിടിച്ചു. അവിടുത്തെ കരത്തിൻ്റെ ബലത്താൽ എനിക്ക് സാധിച്ചു കിട്ടി. അല്പം വൈകിയെങ്കിലും എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾ ചെമ്മണ്ണാറ്റിലോട്ട് താമസം വന്നതാണ്. പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച് 13.5 സെൻറ്റ് സ്ഥലം. അതിൽ 8.5 സെൻറ്റിന് പട്ടയമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഉണ്ടായിരുന്നു താനും. പക്ഷേ അത് റിസർവേ മുടങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് കരം കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കത് അറിയത്തില്ല. അതറിയാണ്ട് ഞങ്ങൾ 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. മൊത്തം 10 ലക്ഷമാണ് പറഞ്ഞിരുന്നത്. 2 ലക്ഷമാണ് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ 2 ലക്ഷമായിട്ട് കൊടുക്കാൻ വേണ്ടി പോക്കുവരവ് ചെയ്യാനായിട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് റിസർവേ മുടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ളവർ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, കൃപാസനം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്, നമുക്കവിടെ പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, കേട്ടിട്ടുണ്ട്. എന്നാലും ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏതോ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനും വരാം എന്നുള്ള രീതിയിൽ ആ ചേച്ചിയാണ് എന്നെ പൈസ തന്ന് മുടക്കി ഇവിടെ കൊണ്ടുവന്നത്. മാതാവിന് നന്ദി പറയുന്നു ഈ ഒരു പുണ്യ സന്നിധാനത്തിൽ വരാനൊത്തതിന്. ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു പോയി. കൃത്യമായിട്ട് വന്ന് പുതുക്കിപ്പോയി. ഇതിപ്പോൾ 10ാമത്തെ തവണയാണ് എൻ്റെ പുതുക്കൽ. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ പറഞ്ഞ സ്ഥലം പോക്കുവരവ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ടാക്കാനുള്ള കൃപ അമ്മ മാതാവ് ചെയ്തു തന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വന്തം പേരിലായി കരം കെട്ടി അതുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. ഈ മേടിച്ച വസ്തുവിൽ ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ട് ഇടുകയും വീടിന് ചുറ്റുമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കും മുട്ടിനും ഒക്കെ കൊണ്ട് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ട് അതും അതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് നടന്നതെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം 19 വർഷം വെച്ചതോളമായി. എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സായി. അവളുണ്ടായപ്പോൾ ഒരു അലർജിയോടുകൂടിയാണ് ജനിച്ചത്. അവളിൽ നിന്നത് എനിക്ക് കിട്ടിയതാണ്. രാവിലെയും വൈകിട്ടും ഭയങ്കര തുമ്മലും ചീറ്റലുമാണ്. അത് ഒരു തുമ്മൽ തുമ്മിയാൽ പിന്നെ മൂക്കിക്കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പക്ഷെ മറന്നും പോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പോൾ തുമ്മലും ഇല്ല, ചീറ്റലും ഒന്നുമില്ല, ഒരു ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെൻ്റെ ഒരു രോഗസൗഖ്യം. ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് കിട്ടിയതാണ്. ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല. പിന്നെയുള്ളതൊരെണ്ണം ചെവിയുടെ ബാലൻസ് പോകുന്നൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനത് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, കൂട്ടത്തിൽ വന്ന ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് എടുത്തിട്ട് പോയതാണ്. അന്ന് എടുത്തത് കൊണ്ട് എനിക്കതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ല, അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും വീണ്ടും നന്ദി പറയുന്നു. ഈ അവസരം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ചെവിയുടെ ബാലൻസിൻ്റെ അസുഖം മാറി. അത് പിന്നെ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അത് മാറുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് ആത്മീയമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി ചെയ്യാനും പെറുക്കാനും ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഒരമ്മച്ചിക്ക് ഞാൻ 1 മാസം അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ അവരെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ ഒരമ്മച്ചീനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു. ഞാൻ ആ ചേച്ചിക്ക് വീട്ടിൽ പോയി അതിന് വയ്യാത്ത സമയത്തൊക്കെ പോയി ഫുഡുണ്ടാക്കി കൊടുക്കുകയും വീടൊക്കെ നടിച്ച് വാരി തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ പോലും പിന്നെ ഫുഡ് മാസത്തിലൊന്ന് എനിക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കാനൊരു വരുമാനവും ഒന്നുമില്ല. ഭർത്താവിൻ്റെ ഒരാളുടെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം എനിക്ക് പിന്നെ സാക്ഷ്യത്തിൽ ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. എന്നാലും ഞങ്ങളുടെ ഇടവകയിലെ SH സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ അവർ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്തു തന്നിരുന്നു. ആട്ടിനെ വളർത്താനായിട്ട് ആട്ടും കൂടെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആദ്യം കുറച്ച് പൈസ തന്നു. അത് ഞാൻ ആട്ടും കൂടെ ഉണ്ടാക്കി. ഹസ്ബൻഡ് അതിൻ്റെ പണി അറിയാവുന്നത് കൊണ്ട് അത് ഉണ്ടാക്കി. പക്ഷേ അതിന് ആടിനെ വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ല. അപ്പം തിരിച്ച് 25,000 രൂപയാണ് തരുന്നത്. 1 വർഷം കഴിയുമ്പം
12,500 രൂപ തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെ തന്നു. അപ്പോൾ അതെനിക്ക് ആ സമയത്ത് എനിക്ക് 5,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ളൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനൊരു അവധി ചോദിച്ചു. അപ്പോൾ അന്നത്തെ മദർ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, പ്രൊവിൻഷ്യൽ ഹൗസിലോട്ട് ചോദിക്കട്ടെ, നിൻ്റെ സാഹചര്യം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് ആ തുക തന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതോടുകൂടി ഞാൻ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ ഒഴിവാക്കി ബാക്കി എനിക്ക് 17,500 രൂപ എനിക്ക് തിരിച്ചു തന്നു. ആ പൈസയ്ക്ക് ഞാൻ വന്ന് ഒരാടിനെയും 2 കുഞ്ഞുങ്ങളെയും വാങ്ങിച്ചു. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കാതെ എനിക്ക് ഇങ്ങോട്ട് തന്നൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് അത് തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് സംരംഭക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഒരു കുഞ്ഞ് വരുമാനമുള്ളൊരു വീട്ടമ്മയായിട്ട് മാറി. ആ ആടിനെ കുഞ്ഞുങ്ങളെ വളർത്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കുടുംബത്തിൽ എൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞ് സഹായമായിട്ട് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നും മാസത്തിലൊരിക്കൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട്, സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ അതിന് പള്ളിക്കകത്ത് ഒരു പാത്രം വെച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് എന്തെങ്കിലും സാധിക്കുന്നത് പോലെയുള്ളത് അതിനകത്ത് ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ആഴ്ചയിലൊന്നും പറ്റിയില്ലെങ്കിലും മാസത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്നതിൽ നിന്നുള്ള കുഞ്ഞു വരുമാനത്തിൽ നിന്ന് ഓരോ ഓഹരി ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. പിന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞായറാഴ്ച കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മുടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് മാറ്റിവെച്ച് ഞാൻ കുർബാനയ്ക്ക് കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോകും. കുടുംബ പ്രാർത്ഥനകൾ ചില സമയത്ത് കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ട്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാനങ്ങനെ മുടക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവിനെ ഇത്ര അല്പം താമസിച്ചാലും നമ്മളെ മാതാവ് അനുഗ്രഹിക്കാതെ കൈവിടില്ല, നമ്മളെ താങ്ങി നടത്തും. അന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ 32:14 ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഡാനിയ തങ്കച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ പുരയിടവുമായി ബന്ധപ്പെട്ട ഒരു നിയോഗം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയും അതിന് അമ്മ വഴി ലഭിച്ച അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൂമി സംബന്ധമായ ഒരു വിഷയം നമുക്ക് വന്നു വീണാൽ അതൊന്ന് പരിഹരിച്ചെടുക്കുക ഏറെ ക്ലേശമുള്ള, നൂലാമാലകളുള്ള, വർഷങ്ങളും നാളുകളും എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പലപ്പോഴും നിസ്സാരമായി ചെയ്തു തരാവുന്ന വിഷയങ്ങൾ പോലും പല ആവർത്തി നമ്മളെ നടത്തിച്ച് ഏറെ വർഷങ്ങൾ പാഴാക്കി ഒത്തിരി ഓഫീസുകൾ കയറ്റി ഇറക്കി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരി ഒരു പോക്കുവരവിന് ചെല്ലുമ്പോഴാണ് പുരയിടത്തിൽ അല്പം തങ്ങളുടേതല്ല, റിസർവേയിൽ അത് വന്നിട്ടില്ല, അതിൽ ക്ലേശമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് പേരിൽ കൂട്ടി കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമം നടത്തി അത് മാനുഷികമായ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് 4 അതിരിലും ഇട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു കുരുക്ക് പോലെ കിടക്കുന്ന ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മളെപ്പോഴും വയ്ക്കുന്ന നിയോഗങ്ങൾ അസാധ്യമെന്ന് നാം കാണുന്നതാണ്. നമുക്ക് സ്വയമേവ പരിഹരിക്കുവാനാവാത്തതാണ്. ദൈവശക്തിയാൽ നമുക്ക് നേടിത്തരുവാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറെ നാൾ നമ്മൾ സ്വയം ഓടി നടന്നിട്ട് അതിൽ യാതൊരു നീക്കുപോക്കുമില്ലാതെ വരുമ്പോൾ ആ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ വെക്കണമെന്ന് ജോസഫ് അച്ഛൻ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവശക്തിയാൽ മനുഷ്യൻ ഏതൊക്കെ തടസ്സങ്ങൾ വെച്ചാലും, ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും, ഏതൊക്കെ കൗശലങ്ങൾ പ്രയോഗിച്ചാലും അതിനപ്പുറം ദൈവശക്തിയാൽ എനിക്കവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന പൂർണ്ണമായ ശരണപ്പെട്ട വിശ്വാസത്തിലാണ് നമ്മൾ ഒരു നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എത്ര വർഷം പഴകിയ വിഷയമാണ് കൊടുക്കുന്നത് എന്നതൊരു കാര്യമല്ല, എത്ര പരാജയപ്പെട്ട വിഷയം കൊടുക്കുന്നു എന്നതൊരു കാര്യമല്ല.
നമുക്ക് അത് പേരിലാക്കി കിട്ടുവാൻ, നമുക്കത് അനുവദിച്ച് കിട്ടുവാൻ ഒരു സാധ്യതയും സാഹചര്യവും ന്യായം പോലും നമുക്കില്ലല്ലോ എന്ന് കരുതുന്ന വിഷയത്തിൽ കാര്യമില്ല. ദൈവം അനുവദിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമ്മൾ വിശുദ്ധിയോടുകൂടി അവൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും അവന് നീതിമാനെന്ന് നമ്മളെ കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്താൽ ജീവിത വിഷയത്തിന്മേൽ ഉടനടി പരിഹാരം നൽകുന്ന അമ്മയുടെ സഹായം നമുക്ക് ലഭിക്കുന്നത് കാണുവാനാവും. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അത് ദൈവസാന്നിധ്യം നമുക്ക് പങ്കുവെച്ചു തരികയും തിന്മയുടെ സ്വാധീനങ്ങളെ അകറ്റിത്തരികയും ദൈവശക്തി കൃത്യമായി പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് നേർച്ച വസ്തുക്കളുടെ പ്രയോഗം എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി നാഥനും കർത്താവുമായി യേശുവിനെ അധരം കൊണ്ട് നാം ഏറ്റുപറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന വലിയ രഹസ്യത്തെ, വിശ്വാസത്തെ ഉറക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ യേശു കർത്താവിൻ്റെ ശക്തിയാൽ, അവൻ്റെ വലിയ സംരക്ഷണത്താൽ, അവൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം തീരുമാനമാക്കും എന്നാണ് ഓരോ നേർച്ച വസ്തുവും നാം പ്രയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ യേശുനാമത്തിൽ മാത്രമാണ്. യേശുവാണ് പ്രവർത്തിക്കുന്നത്. അവൻ്റെ ശക്തിയാണ്, അവൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാവുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് കടുകട്ടി എന്ന് കരുതുന്ന വിഷയത്തിന്മേലും ഈശോയ്ക്ക് ഒരു സേയുണ്ട്, പരിഹരിക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് യേശുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിത വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടാവണം, തീഷ്ണതയുണ്ടാവണം. അമ്മ മാതാവ് യേശുവിനെ ഉദരത്തിൽ വഹിക്കുകയും മടിത്തട്ടിൽ വളർത്തുകയും ലോകത്തിന് കൈമാറ്റം ചെയ്യുകയും കുരിശിന് കീഴിൽ നിന്നുകൊണ്ട് ആ ബലി പൂർത്തീകരിക്കുവാൻ രക്ഷണീയ ദൗത്യത്തിന് നേർസാക്ഷിയായിക്കൊണ്ട് മകനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ അതേ അമ്മ ഇന്ന് പീഡാസഹനത്തിലൂടെ, ഇന്ന് ഒറ്റപ്പെടലിലൂടെ, ഇന്ന് തകർച്ചയിലൂടെ, ഇന്ന് ആരും കൂടെയില്ലാത്ത അവസ്ഥയിൽ നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് പരിഹാരം നൽകും. അതുകൊണ്ട് യേശുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് നിശ്ചയം കാണാനാവും. ഈ കുടുംബത്തിൻ്റെ അമ്മ മാതാവ് വഴിയായി ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ പേര് ആശ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത അംഗമാണ്. ഇതെൻ്റെ മകൾ ഐറിൻ. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം കൂടുമ്പോൾ വന്ന് സ്കാൻ ചെയ്യണം. അതിനുശേഷം ഞാൻ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഉടമ്പടി തേൻ ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം സ്കാൻ ചെയ്തപ്പം ആ സിസ്റ്റ് അവിടെ ഇല്ല. അമ്മ മാതാവ് അത് സുഖപ്പെടുത്തി. അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. അവൾ കഴിഞ്ഞ വർഷമാണ് +2 കഴിഞ്ഞത്. CBSE ആയിരുന്നു. അപ്പോൾ ഞാൻ നിയോഗമായി എഴുതി അമ്മയെ അവൾക്ക് 92% മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായി ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്ക് കഴിക്കാൻ തേൻ കൊടുക്കുമായിരുന്നു. അവൾ പരീക്ഷ എഴുതുന്ന പേപ്പറിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അവളോട് പറയുമായിരുന്നു. അവൾ അതുപോലെ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പം അവൾക്ക് കൃത്യം 92% മാർക്ക് തന്ന് അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തൃക്കുമാരനും നന്ദി പറയുന്നു. മൂന്നാമതായി എനിക്ക് എൻ്റെ ഒരു അലർജി രോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. 4 വർഷമായി ഇങ്ങനെ വെയിലത്തിറങ്ങി കഴിയുമ്പോൾ കൈ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. 3 സ്കിന്നിൻ്റെ ഡോക്ടർമാരെ കാണിച്ചു, ആൻറ്റിബയോട്ടിക് കഴിച്ചു, പലവിധ ക്രീമുകൾ തേച്ചു, എന്നിട്ടും കുറവൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാനങ്ങനെ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല. അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം 3 ആഴ്ചയായിട്ട് ആ അലർജി രോഗം പൂർണ്ണമായും അമ്മ മാറ്റി തന്നു. അമ്മയ്ക്കും തൃക്കുമാരൻ്റെ നന്ദി പറയുന്നു. 4ാമതായിട്ട് മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അവളുടെ കൈയുടെ താഴെയായിട്ട് ഒരു മുഴ കണ്ടു. അപ്പോൾ അത് ഞാൻ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്യണം, എന്നിട്ട് ഇത് ബയോപ്സി കേൾക്കണം. ബയോപ്സി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് സർജറി ഒന്നും ചെയ്യേണ്ടതായി വരരുതേ, അല്ലാതെ തന്നെ ഇത് മാറ്റിത്തരണമേ. അപ്പോൾ സ്കിന്നിൽ ഇത്ര സെൻറ്റിമീറ്ററിലാണ് ഈ മുഴയെന്ന് പറഞ്ഞു. അപ്പം അൾട്രാസൗണ്ടിൽ 1 അല്ല 2 മുഴകളും കൂടി ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക്
ആദ്യം മരുന്ന് തേച്ച് നോക്കാം പോകുമോ ഇല്ലയോ എന്ന്, അതിനുശേഷം പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ തന്ന മരുന്ന് ഞാൻ തേച്ചു. ഒരാഴ്ചയോളം തേച്ചിട്ടും അതിനൊരു മാറ്റവും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് മാത്രം ഇതിന് സൗഖ്യം കിട്ടണം. അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ, അല്ലാതെ മകൾക്ക് ഇനി അങ്ങനെ ഒരു സർജറി ചെയ്യേണ്ടായി വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞാൻ മരുന്ന് നിർത്തി. ഉടമ്പടി തൈലം മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും കുരിശ് വരച്ച് ഞാൻ തേക്കുമായിരുന്നു. മകൾക്ക് ഉടമ്പടി തേൻ കൊടുക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പും ഞങ്ങൾ അവിടെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ആ രോഗത്തിൽ നിന്ന് മോൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി. അമ്മയ്ക്കും തൃക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അമ്മയോട് നന്ദി പറയും. എൻ്റെ പേര് ഐറിൻ. ഞാൻ +2 പഠനം കഴിഞ്ഞിട്ട് IELTSന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആദ്യത്തെ മാസത്തിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല സ്കോറൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നീട് അത് കുറഞ്ഞു വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പാണെങ്കിലും ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോഴും അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ നല്ലതായിട്ട് എളുപ്പമായിരുന്നു. എനിക്ക് റിസൾട്ട് വന്നത് അമ്മയുടെ അഖണ്ഡ ജപമാലയുടെ അന്നാണ്. അന്ന് എനിക്ക് അർത്തുങ്കപ്പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് മാതാവ് എനിക്ക് ആ റിസൾട്ട് തുറക്കാനുള്ള ഭാഗ്യം നൽകിയത്. എനിക്ക് ഓവറോൾ 7 നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് UK ഉപരിപഠനത്തിന് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം. ആദ്യമൊക്കെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും മാതാവ് അതെല്ലാം മാറ്റി തന്നു. വിസയ്ക്ക് ഞാൻ വെക്കുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 എന്ന് പറഞ്ഞൊരു തീയതി ഓർത്ത് വെച്ചോ എന്ന്. എനിക്ക് കൃത്യം വിസ കിട്ടിയത് മാർച്ച് 7-ാം തീയതി തന്നെയാണ്. ഈ ബുധനാഴ്ച ഞാൻ UK പോവാണ്. മാതാവിനും തിരുക്കുമാരനും ഇത്ര അനുഗ്രഹം നൽകിയ 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായി ഞാൻ എല്ലാ ആഴ്ചയും പൊതിച്ചോറുണ്ടാക്കി അനാഥാലയത്തിൽ കൊടുക്കും. അനാഥരെ മാനസികമായും വെല്ലുവിളി നേരിടുന്നവരുടെ ശുശ്രൂഷ ഒരു ആശ്രമമുണ്ട്, അവിടെ പോവും. അവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് സഹായം ചോദിച്ച് വരുന്നവർക്ക് സഹായം ഞാൻ കൊടുക്കും. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം പതിവായി വായിക്കും. പ്രേക്ഷിത പ്രവർത്തനമായി പത്രം മേടിച്ചുകൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിലും ദേവാലയത്തിലും കൊടുക്കും. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന അമ്മയ്ക്കും തൃക്കുമാരനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 40:5. ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. അഷ മാത്യു എന്ന സഹോദരിയും മകൾ ഐറിനും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയ്ക്കും മകൾക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പൂർണ്ണമായി മാറിയതിനെ അവർ സാക്ഷ്യപ്പെടുത്തി. മകൾക്കുണ്ടായ 2 പഠന വിജയങ്ങളെയും പ്രത്യേകമാവിധം അമ്മയുടെ തിരുനടയിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുകയും ചെയ്തു. പ്രത്യേകമായി പറയുന്നുണ്ട്, +2 പഠിക്കുമ്പോൾ 92% മാർക്കിന് വേണ്ടി ആഗ്രഹത്തോടെ അത് എഴുതിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും 92% മാർക്ക് മകൾ അത്ര കണ്ട് വലിയ ബ്രില്യൻ്റ് ആണെന്ന് സ്കൂളോ മറ്റുള്ളവരെ ഒന്നും പറയുന്നില്ലായിരുന്നെങ്കിൽ കൂടിയും അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിനെക്കുറിച്ച് അത് നിയോഗത്തിൽ സമർപ്പിക്കുകയും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടെ ആ നിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രയോഗിക്കുകയും ചെയ്തത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ IELTSൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറാകുമ്പോഴും ഇടയ്ക്ക് സ്കോർ വല്ലാതെ കുറഞ്ഞു വരുമ്പോൾ ഉടമ്പടിയിൽ തന്നെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഓവറോൾ 7 കിട്ടിക്കൊണ്ട് മകൾക്ക് വിദേശത്തേക്ക് ആഗ്രഹിച്ച് UK തന്നെ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അക്കങ്ങളും അക്ഷരങ്ങളും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഉടമ്പടി ജീവിതം നയിക്കുന്നവർ പ്രത്യേകമായി ആകർഷിക്കപ്പെടുന്നതാണ്.
92% മാർക്ക്. അച്ഛൻ പറഞ്ഞ 7 എന്ന സംഖ്യ ഓർത്തു വയ്ക്കുന്നു. ആ 7-ാം തീയതി മകൾക്ക് വിസ ലഭിക്കുന്നു. അത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തിന്മേൽ അധികാരമുള്ളതുകൊണ്ട് അക്കങ്ങളെ ആദരിക്കുകയും അത് തീയതികളായും മാർക്കുകളായും ജീവിതത്തിൻ്റെ പ്രത്യേക കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളായും ഒക്കെ അനുവദിച്ച് തരുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ കാണുന്നത്. അതുകൊണ്ട് നാം ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സന്ദേശത്തിൽ ഒരു തീയതി നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു പ്രത്യേകമായ അക്കം നമുക്ക് ലഭിക്കുമ്പോൾ, അത് അമ്മയുടെ സമയഘടികാരത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി സമർപ്പിച്ച് വിശ്വസിക്കുകയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ എൽത്താരയിൽ നിരന്തരം ഓരോരുത്തരും വന്ന് അക്കങ്ങളെക്കുറിച്ച്, തീയതികളെക്കുറിച്ച്, ദിവസങ്ങളെക്കുറിച്ച്, ഇത്ര നാൾ കഴിഞ്ഞ് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ തവണയും ലോകത്തോടത് വിളിച്ചു പറയുക, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ വിശ്വസിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹങ്ങളായി സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹിച്ച് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ എറണാകുളം തേവയ്ക്കൽ ഇടവകാംഗമാണ്. എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവി ഓഫീസറാണ്, സിബി ജെയിംസ്. 2019 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യമുണ്ടായത് 4 തവണ കൃപാസനത്തിൻ്റെ പേപ്പർ എനിക്ക് കിട്ടുകയും 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പുതുക്കിയത് സിൽവർ ഗ്രേയിലേക്ക് ഞാൻ കയറുകയുണ്ടായി. 2 തവണ ഇതിനു മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അച്ഛൻ സന്ദേശം ലഭിച്ച ഒരു വലിയൊരു സാക്ഷ്യവും എൻ്റെ കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യവും ഞാൻ 2 വട്ടം യൂട്യൂബിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഇടയിൽ ഇടപെട്ട് സമയച്ചുരുക്കം സംഭവിച്ച് ഞങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹങ്ങളെപ്പറ്റി, എൻ്റെ ഹസ്ബൻഡ് എക്സാം പാസ്സായതിനെപ്പറ്റി ഹസ്ബൻഡ് തന്നെ പറയുന്നതാണ്. ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുന്നു. എൻ്റെ പേര് സിബി ജെയിംസ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരു 1000 കോടി നന്ദി പറയുന്നു. ഞാൻ മെർച്ചൻ്റ് നേവി ഓഫീസറാണ്. 2nd ഓഫീസറായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2022 ചീഫ് മേറ്റ് എക്സാംസ് കൊടുക്കുന്നതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും എന്നാൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിന് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സാംസ് കൊടുക്കാണ്ട് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പേടിയും കാരണം ഞാൻ എക്സാംസ് കൊടുക്കുന്നത് നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ വെക്കേഷൻസും വരും, എക്സാംസ് കൊടുക്കണമെന്ന ചിന്തയായിട്ട് വരും. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസിൻ്റെ പേടിയും എക്സാംസിനോട് അപ്പിയർ ചെയ്യാനുള്ള ഒരു ചെറിയ ഭയവും ഉള്ളതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതിയിൽ വീണ്ടും സെയിൽ ചെയ്യാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് 2025 എക്സാം ഷെഡ്യൂൾ വന്നപ്പോൾ ജൂലൈയിൽ എക്സാം ഉണ്ടെന്ന് കണ്ട് വൈഫ് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് 2025 ജൂലൈയിലെ എക്സാം കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. 2025 മാർച്ചിൽ ഞാൻ വെക്കേഷൻസിന് വരികയുണ്ടായി. ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുകയും എക്സാംസ് കൊടുക്കണമെന്നുള്ള പൂർണ്ണമായ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ ലാസ്റ്റ് ടൈം വെക്കേഷന് വന്നത്. 2025 മാർച്ചിൽ ഞാൻ തിരികെ വരികയും വീട്ടിലെ കുറച്ച് ഫങ്ഷൻസും ഹോസ്പിറ്റൽ കേസസും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. 2025 ജൂൺ ആയപ്പോഴത്തേക്കും എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ജൂലൈ 1 മാസം കൂടി ഉള്ളൂ എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനും വൈഫും കൂടെ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ഇത്തവണ എന്തായാലും എക്സാംസ് കൊടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. എക്സാംസിന് വേണ്ടി ബുക്ക് ചെയ്തു. പഠിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റായിട്ടുള്ള പോർഷനാണുള്ളത്. നമ്മളൊരു മാസം കൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ടോപ്പിക്സ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ബൈബിളിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന ഹിൻറ്റുകൾ കൊണ്ട് ഞങ്ങൾ ഓരോ പോർഷൻസ് പേജസിൻ്റെ നമ്പറുകളൊക്കെ എടുത്ത് ഞങ്ങൾ പോർഷൻസ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു.
അതിനു വേണ്ടിയിട്ട് എന്നെ കൂടുതലായിട്ട് സഹായിച്ചത് എൻ്റെ വൈഫ് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വൈഫ് കൂടുതൽ സമയം ചിലവഴിച്ച് അതിനു വേണ്ടിയിട്ട് എനിക്ക് പോർഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരികയുണ്ടായി. ബാക്കി എല്ലാ സ്റ്റുഡൻസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പായിട്ട് പോയിട്ടിരുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക, കാൻഡിഡേറ്റ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ സാഹചര്യത്തിനകത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിച്ചിരുന്നത്. അങ്ങനെ 2025 ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാംസിന് പോകുന്നതിന് മുൻപായി വൈഫ് വിശേഷ വിധിയായിട്ട് 5 പേപ്പറാണുള്ളത്, അതുകൊണ്ട് 5 ജില്ലകളിൽ പോയി പത്രം വിതരണം ചെയ്യാമെന്ന് നേർന്നു. ഞാൻ എക്സാംസിന് പോകുന്നതിന് മുമ്പായി നേർച്ച വസ്തുക്കൾ എല്ലാം തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എക്സാം പേപ്പറിൽ തൈലം പുരട്ടുകയും എല്ലാം ചെയ്തു. 5 പേപ്പർ കംപ്ലീറ്റ് ചെയ്തതിനകത്ത് 2 പേപ്പർ എനിക്ക് ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കത് കിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു തോന്നലുണ്ടായി. കാരണം എനിക്ക് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അതെനിക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എങ്കിലും പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ കയ്യിലുള്ള ഉപ്പും തൈലവും പുരട്ടി തന്നെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് മന്താണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വരുന്നത് വരെ ഡെയിലി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ ചെക്ക് ചെയ്യാൻ പോകുന്ന ഇൻവിജിലേറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, പേപ്പേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ നെക്സ്റ്റ് മന്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും വിചാരിച്ച് 2 പേപ്പർ ഉൾപ്പെടെ എല്ലാ 5 പേപ്പറും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുകയും എല്ലാം തന്നെ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് നടത്തി എനിക്ക് എല്ലാം തന്നെ പെട്ടെന്ന് തന്ന് തിരുകുമാരനും കൃപാസന മാതാവും എനിക്ക് പേപ്പേഴ്സ് എല്ലാം തന്ന് എക്സാം പാസ്സാക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വൈഫ് വിവരിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ മെറിറ്റ് ഞങ്ങൾക്ക് തീർത്തും കുറവുകൾ ഒരുപാട് കൂടുതലുമായിരുന്നു. കാരണം ഈ എക്സാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണ്, ഗ്രൂപ്പ് സ്റ്റഡി പറ്റുന്നില്ല, അതുപോലെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു 2025 മുതൽ എൻ്റെ കയ്യിൽ ഉടമ്പടിയാണുള്ളത്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആയുധം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനതിന് കൂടുതൽ സപ്പോർട്ടും ചെയ്തില്ല ഹസ്ബൻഡിനെ. കാരണം അങ്ങനെ ഒരു മെറിറ്റ് നമുക്കില്ലാത്തപ്പോൾ എന്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഗ്രേസ് അവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 2025 മുതൽ 2007 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നിലേക്ക് എടുത്ത് അതിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ എഴുതി റൂമിലിരിക്കുന്ന പഠിക്കുന്ന ഹസ്ബൻഡിന് തൈലം പൂശി ഉപ്പിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയും ഹസ്ബൻഡ് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. അച്ഛൻ ഇവിടുത്തെ ധ്യാനത്തിൽ പറയുന്ന ഡേറ്റുകൾ 4, 5, 7, 10 എന്നൊക്കെ അച്ഛൻ ആ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ഡേറ്റുകളിലുള്ള വരുന്ന പേജസിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ബുക്കിലെ ആ പേജസ്, അതുപോലെ സെപ്റ്റംബർ 8, മാതാവിൻ്റെ ഡിസംബർ 7 ഇങ്ങനെയുള്ള ഡേറ്റുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുകയും അവിടുന്ന് പ്രിപ്പയർ ചെയ്യുകയും, കാരണം ഹസ്ബൻഡിൻ്റെ മെമ്മറി കുറച്ച് പ്രശ്നമാണ്, പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല, കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ ഗ്രേസിൽ മാത്രം വർക്ക് ചെയ്ത് ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് സമയച്ചുരുക്കം സംഭവിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയും ചേർന്ന് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു ഹോം ലോൺ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ആ ഹോം ലോൺ കൊറോണയ്ക്ക് ശേഷം മൊറട്ടോറിയം ഞങ്ങൾക്ക് ഓഫർ കിട്ടുകയും ഇതിൽ ഗ്രാജുവലി നമുക്കതൊരു 11.3% ഇൻട്രസ്റ്റിലേക്ക് അത് പോവുകയും ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ജോലി ഉള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല സാലറി ഉള്ളത് കൊണ്ടും നമുക്ക് ഈ കാര്യങ്ങളൊന്നും പോകുന്നതിന് എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലും ലോൺ ഇങ്ങനെ പോകുന്നതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഇത്തവണ 2024 നാട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ ആവലാതി പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ലോൺ ഇച്ചിരി കൂടുതലായിട്ട് പോകുന്നുണ്ടല്ലോ, അവർ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നുണ്ട്, വിളിച്ചാലൊട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നമുക്കെല്ലാം ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾ നാട്ടിലില്ലാത്തത് കൊണ്ട് വാട്സപ്പ് കോൺടാക്റ്റ് പുറത്ത് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു.
അപ്പോൾ എന്ത് ചെയ്യും, ഒരു 4-5 ബാങ്കുകൾ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് കണക്ട് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യുകയും, വാല്യുവേഷനിൽ വരുമ്പം പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മുടെ ലോൺ എമൗണ്ടുമായിട്ട് ശരിയാവാത്തത് കൊണ്ട്, ലോൺ എമൗണ്ട് അതിൽ കൂടുതലായതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ബാങ്കുകാർ റിജക്റ്റ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. അവർ തന്നെ കൊടുത്ത ഏകദേശം ഒരു 4-5 ബാങ്കുകൾ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വർഷം കടന്നുപോയി. 2025 നാട്ടിൽ വന്നപ്പോൾ ഏകദേശം 1 വർഷത്തോളം എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ പോകുന്നത് ഞങ്ങളെ കുറച്ച് ബാധിക്കും എന്ന് വരുന്നത് കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നു, ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല, എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട്. ഇങ്ങനൊരു ആവലാതി ഹസ്ബൻഡ് തന്നെത്താനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ലോസ് എത്രമാത്രം വരുന്നെന്നും 1 വർഷം എത്രമാത്രം എമൗണ്ട് നമുക്ക് നഷ്ടം വരുന്നെന്നും ഇതിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലാഭം വരുന്നെന്നും ഒക്കെയുള്ള കാര്യം മനസ്സിലാവാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങി പോയിട്ട് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപ്പ് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ബാങ്കിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. കാരണം അവരെ തന്നെ വിളിക്കണം എന്നുള്ളത്. കാരണം ഇതിന് മുന്നേ അവരും ഒരു തവണ വന്ന് പോയതാണ്, പക്ഷേ റിജക്റ്റാക്കി. അതിൻ്റെ കാരണം അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിരുന്നുമില്ല. അത് ഏകദേശം മൊറട്ടോറിയം എടുത്തിട്ടുള്ള ഗ്യാപ്പ് ചൊവ്വിന് ആയിട്ടില്ല. അത് നിങ്ങൾ എടുത്തതിന് ശേഷമുള്ളൊരു ഗ്യാപ്പ് ഏകദേശം ഇത്രയും വർഷം കഴിഞ്ഞാൽ മാത്രം തരാമെന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അപ്പം ഈ ബാങ്കിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വിളിക്കുകയും ഒരു പുതിയ മാനേജറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പഴയ മാനേജർ ഉണ്ടായിരുന്നില്ല, പുതിയ മാനേജർ ഉണ്ടായിരുന്നത്. ഞാൻ സംസാരിച്ച ഉടനെ തന്നെ എൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ഹസ്ബൻഡ് പഠിക്കുകയാണ് മുകളിലിരുന്ന്. ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുള്ളൂ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കൂടെ കടന്നുപോയി, പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരാറ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാരമില്ല, നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കൾ, മാതാവിൻ്റെ കാശുരൂപം, അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ടോണ്ട് തന്നെ അവിടെ പോയി അവരോട് സംസാരിച്ച് ഒരു ജൂലൈ 3 ആയപ്പോഴത്തേനും ഞങ്ങൾ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഓഗസ്റ്റ് എൻഡ് ആയപ്പോഴത്തേനും ലോൺ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓഗസ്റ്റിൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിന് പരിശുദ്ധ അമ്മയോട് കാണാൻ വേണ്ടിയിട്ട് നന്ദി പറയാൻ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കോള് വന്നു. കാരണം ഇത് സ്കെച്ച് കൊടുത്തതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടിയുടെ കാണിക്കുന്നില്ല, സ്ക്വയർ ഫീറ്റ് കുറവാണ് കാണിക്കുന്നത്, അപ്പോൾ ഇച്ചിരി എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ബാക്കിയെല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല, ഇച്ചിരി ഒരു എമൗണ്ടും കൂടെ കൂടുതൽ കൊടുക്കണം. അതപ്പോൾ നമുക്ക് സംബന്ധിച്ചൊരു കൂടുതൽ എമൗണ്ടും ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ഒരു സാരി എടുത്ത ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി ഞങ്ങൾ തമ്മിൽ ടോക്ക് കേട്ടിട്ടാണോ എന്നറിയില്ല, അവിടെ അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷേ അമ്മച്ചിയുടെ ആ പ്രായത്തിനേക്കാട്ടിലും നല്ല അറിവുള്ള ഒരു സംസാരം പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. നാട്ടിൽ വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ആ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, പരിശുദ്ധ അമ്മ ഏത് രൂപത്തിലും നമ്മുടെ ഇടയ്ക്ക് വരും എന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പേഴ്സണൽ ടോക്ക് ഇങ്ങനെയൊരു വിളി വന്നു, ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ നിൽക്കാതെ ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ആ എൻ്റെ മാനേജറിനുമായിട്ട് നല്ല രീതിയിലൊന്ന് സംസാരിച്ച് നോക്ക്, നല്ല ഇടപെടലുകൾ നടത്തി നോക്ക്, പിന്നെ കുറച്ച് പൈസ എന്താണെങ്കിലും കൊടുക്കേണ്ടി വരും, ഒരു ഹാഫ് എമൗണ്ടോളം കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരു സംസാരിച്ച് അതിലൊന്ന് തീർപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയൊന്ന് ആ അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്ക്, സംസാരിക്ക്. എന്നിട്ട് ഹസ്ബൻഡ് പോയി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അമ്മച്ചി ശരി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയെ പിന്നെയും കണ്ടു കേട്ടോ. കുറച്ച് നേരം അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എമൗണ്ട് കുറച്ച് തന്നിട്ടുണ്ട് അവർ, ഞങ്ങൾക്കൊരു താങ്ങാവുന്ന എമൗണ്ട് ആയിരുന്നു, ഞങ്ങളത് വേഗം തന്നെ സിസ്റ്ററിനോട് ചോദിച്ച് അറേഞ്ച് ചെയ്യുകയും കൊടുക്കാൻ പറ്റുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയുകയും ചെയ്തു ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പം ഉടനെ തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പ്രായത്തിനെ കവിഞ്ഞൊരു അറിവുള്ള ഒരു അമ്മച്ചിയായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു
കഴിവുണ്ടായിരുന്നു. ഒന്നും ആലോചിച്ച് പോലും നിൽക്കുന്നുണ്ടായിരുന്നില്ല അമ്മച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അവിടുത്തെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടന്നു. നമുക്ക് മാതാവിൻ്റെ സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞൊരു ദിവസത്തിന് ആ ഒരു സമയത്ത് തന്നെ ഫോർക്ലോഷർ ലെറ്റർ കിട്ടി. കാരണം ആ ബാങ്കിൽ നിന്ന് അവർക്ക് നമ്മൾക്ക് ടേക്ക് ഓവർ ചെയ്ത് മറ്റു ബാങ്കിലേക്ക് പോകുന്നതിന് കുറച്ച് ഡിലേ ആക്കി അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ നിരന്തരമായി മാതാവിൻ്റെ ആ ഒരു ഡേറ്റിന് സമയത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുകയും നമുക്ക് 11.3 7.5 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നാഷണൽ ബാങ്കിലേക്ക് തന്നെ നമുക്ക് ആ ലോൺ ടേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ പറ്റി. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഒരു ഇടപെടലുകൾ മൂലമാണ്. കാരണം ആ മാനേജർ മാറി വന്നു, വാല്യുവേഷൻ വന്നപ്പം വാല്യുവേറ്റർ വന്ന് റേറ്റ് ഇട്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് റേറ്റ് പക്കയായിരുന്നു, ഒരു കുഴപ്പമില്ല. അത് നേരത്തെ വന്ന് ഓൾറെഡി ഈ റേറ്റ് ഇട്ടുകൊണ്ട് പോയ അതേ വാല്യുവേറ്റർ തന്നെയാണ് ആദ്യം രാവിലെ കോള് വിളിച്ചപ്പോൾ ഞങ്ങൾ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായി. ആ ആൾ തന്നെയാണ് വന്നതും. വന്ന് ആൾ പുറത്ത് നിന്നതേ ഉള്ളൂ, മഴയുണ്ടായിരുന്നത് കൊണ്ട് പുറത്ത് നിന്ന് കോട്ടൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഫോൺ തന്നിട്ട് പോയി റൂമിലേക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിരുന്നു വീട്ടിൽ. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മൂലം ഞങ്ങൾ ചിന്തിപ്പിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതിനെ ഓർത്ത് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പയുടെ ഡിസംബർ 22-ാം തീയതിയൊക്കെ ആയപ്പോൾ പപ്പയ്ക്ക് നല്ല മോഷൻ പോകുന്ന കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് വയറുവേദന അധികം ഇല്ല, പക്ഷേ പപ്പയ്ക്ക് ബ്ലീഡിങ് നന്നായിട്ട് പോവുകയാണ്. പമ്പ് ചീറ്റണത് പോലെ അങ്ങനെ അങ്ങ് പമ്പിൽ നിന്ന് വരുന്നത് പോലെ പൊക്കോണ്ടിരിക്കുക പോകുമ്പോഴൊക്കെ. അപ്പോൾ 2 ദിവസമായി. 2 ദിവസമായിട്ടും ഇവർ ഞങ്ങളെയൊന്നും അറിയിച്ചില്ല. കൂടുതലും മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാക്സിമം പോകുന്ന പേരൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അറിയില്ല. 2ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓട്ടോയിൽ പോകാനായപ്പോഴത്തേനാണ് മമ്മി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുവാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസ് ആണ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യും, മരുന്ന് എന്തായാലും ബ്ലീഡിങ് കുറയാനുള്ള മെഡിസിൻസ് കൊടുത്തു. ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല. പപ്പ ചെറിയതായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, അതനുസരിച്ച് കഴിച്ചുകൊണ്ട് പോന്നു. 25-ാം തീയതി ഞങ്ങൾ ക്രിസ്മസിന് വീട്ടിൽ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ 26-ാം തീയതി എന്താണെങ്കിലും സ്കാനിങ്ങിന് പപ്പയോട് സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം HP നോക്കിക്കൊണ്ടിരിക്കണം. HP ആദ്യം പോയപ്പോൾ 11.2 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-ലേക്കായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിൽ പോയി CT സ്കാൻ ചെയ്തു. അതിനകത്തൊരു കുഴപ്പവും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ തിരിച്ചു വന്ന് എൻഡോസ്കോപ്പി ചെയ്യണം ഡോക്ടർ പറഞ്ഞു. അപ്പം HB നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ സ്കാനിങ്ങിന് ഡോക്ടറെ റിസൾട്ടുമായിട്ട് കാണിക്കാൻ പോയ സമയത്ത് HB ചെക്ക് ചെയ്തപ്പം HB 7-ലേക്കായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് നടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ അമ്മയുണ്ട്, ഒരു 90 വയസ്സുള്ളത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പപ്പയും മമ്മിയും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം പപ്പ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. ആൾക്ക് ഒരിടത്ത് പോയി അങ്ങനെ കിടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാറൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസിൽ നിന്ന് വരുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, ശീലവും ഇല്ല. അപ്പം പപ്പയെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു വന്നു. വീട്ടിൽ വന്ന് പപ്പ മമ്മി പൂർണ്ണമായിട്ടും പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പും എല്ലാം തൈലം പപ്പയുടെ വയറിലും നെറ്റിയിലും എല്ലാം പൂശി പിറ്റേ ദിവസം അഡ്മിറ്റ് ആകാമെന്നുള്ള തീരുമാനത്തിലെല്ലാം പാക്ക് ചെയ്ത് ഇവർ പോയി. അവിടെ ചെന്ന് HB നോക്കിയപ്പം 7 ആയിരുന്ന HB 10-ലേക്കായി. അപ്പോൾ ഒരു വിശ്വാസം ഞങ്ങളുടെ ഭയങ്കരമായിട്ട് അത് ഉയർന്നു. കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. 7 ആയ സമയത്ത് വിളിച്ചു പറഞ്ഞ സമയത്ത് വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഞാൻ പപ്പ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളാണ്. 10 ഏക്കർ സ്ഥലത്താണ് പപ്പ പാട്ടത്തിനെടുത്തിട്ട് റബ്ബർ വെട്ടുന്നത്. അത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ 10 ഏക്കർ സ്ഥലത്ത് ഒരു 1500 മരമേ ഉള്ളൂ. അപ്പോൾ ഒരു മരം കഴിഞ്ഞിട്ട് അടുത്ത മരം എന്ന് പറയുന്നത് നല്ല ഗ്യാപ്പിട്ടാണുള്ളത്. അപ്പോൾ ഇത് പപ്പ ഏണി വെച്ചിട്ട് കയറി നിന്നൊക്കെയാണ് ചെയ്യുന്നത്. ഞാനവിടെ പോയപ്പോൾ കണ്ടിരുന്നു. ഒരു ദിവസം എന്നെയും കൊണ്ട് കാണിച്ചിരുന്നു ഞങ്ങൾ അവധിക്ക് ചെന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും വെച്ചിട്ടാണല്ലോ പപ്പ ഈയിടെ ഈ HB 7 ആയത്. സാധാരണ ഗതിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരൻസ് വളരെ ബുദ്ധിമുട്ട്, ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് നമ്മൾക്ക് കാര്യങ്ങൾക്കകത്ത് കൊണ്ട് നടക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവർ ഞങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല.
കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തു പോകുന്നുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, മക്കൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ 7 ആണെന്ന് അറിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിഷമത്തോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം 10 എന്ന് അറിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സന്തോഷമായി. മാതാവ് ഇതിനകത്ത് എന്താണെങ്കിലും ഇടപെട്ടു എന്ന് എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്ന് ഞാൻ എഴുതി, എന്ത് തന്നെയാണെങ്കിലും ബ്ലീഡിങ് വന്നതായി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, അതെനിക്ക് സർജറി കൂടെ മരുന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു കാര്യമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുത്തണം. കാരണം പപ്പയ്ക്ക് അത് താങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുക, പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് വരിക, ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടവരുത്തരുത് എന്നുള്ളത് ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് പപ്പയുടെ എൻഡോസ്കോപ്പി ചെയ്തപ്പം ഒരു കുഴപ്പമില്ല. പക്ഷേ കൊളോണോസ്കോപ്പി ചെയ്തപ്പോഴത്തേനും കുടലിൽ കുരുക്കളുണ്ടായിരുന്നു 3 അതിനകത്ത് 1 പൊട്ടിയതാണ് ബ്ലീഡിങ് വന്നതെന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ അതെടുത്തു ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി കഴിഞ്ഞു 7 ദിവസത്തെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ആരും ഒന്നും അനങ്ങിയില്ല, അതിനകത്തൊന്നും ചോദിക്കാനൊന്നും പോയിരുന്നില്ല. ഞാൻ 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ റിസൾട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 8 ദിവസം ആയാലും ഇപ്പോൾ ആകേണ്ടതാണ്, ഒന്നുകൂടെ നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അക്ഷയയിൽ ID കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കുമോ നോക്കുമോ എന്ന് ചോദിച്ച് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ സാധാരണഗതിക്ക് കൃപാസനത്തെ പറ്റി ഞാൻ പറയാത്ത സ്ഥലങ്ങളില്ല. അപ്പം എവിടെ ചെന്നാലും ഞാൻ മാതാവിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഇവരിങ്ങനെ OTP ചോദിച്ചുകൊണ്ടിരിക്കുകയും അക്ഷയാണ് ഒരുപാട് ക്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി സംസാരിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവരിങ്ങോട്ട് എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകാറുണ്ടോയെന്ന്. അപ്പം എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ അപ്പോൾ തന്നെ നന്നായിട്ട് പറയാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലത്താണ്, ഞങ്ങൾ പോകുമ്പോൾ കൃപാസനത്തിൽ കയറാറുണ്ട്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കോള് വിളിക്കുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം എന്താണെങ്കിലും മാതാവ് റിസൾട്ട് തരുന്നു, മാതാവിൻ്റെ ഒരു പേര് എവിടെ വന്നു, എന്താണ് റിസൾട്ട്. ഈ നിമിഷം തന്നെ അത് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു, മെയിൽ അയച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ റിസൾട്ട് നോക്കിയപ്പം ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവാണ്. അത് റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർക്ക് കണ്ടപ്പോഴത്തേനും മരുന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല, കുറച്ച് ദിവസത്തെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ, ഡയറ്റ് വഴി മാത്രം നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലാതെ പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു പപ്പ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വരണം, ഞാനിത് സാക്ഷ്യമായിട്ട് പറയുമെന്ന് ഞാൻ പറയുക മാതാവിനോട്, സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേനും നിങ്ങൾ പോയാൽ മതി ഞാൻ വരാമെന്ന രീതിയിലൊക്കെ പപ്പ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പിന്നെ ഞാൻ ഇവിടെ വന്ന് പറയാം ഇപ്പോൾ സമ്മതിക്കുമോ എന്നറിയില്ല എന്നൊരു രീതി നിന്ന്. പക്ഷേ പപ്പ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും എല്ലാം സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ കാര്യങ്ങളിലേക്ക് പോകുണ്ടെന്ന കാര്യം വളരെ ചുരുക്കത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടന്നു തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞല്ലോ 5 ജില്ലകളിൽ കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അമല മെഡിക്കൽ സെൻറ്റർ, ക്യാൻസർ സെൻറ്ററുകളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. 2019 മുതൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ 8, 9, 10 എനിക്കൊന്ന് 450 പേപ്പറോളം ഒക്കെ ആ സമയങ്ങളിൽ തന്നെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നതാണ്, വാർഡുകളിലെല്ലാം കയറി ഇറങ്ങിയായിരുന്നു. അതിനെനിക്കൊരു മടിയുമില്ല. ഇപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ചോറ് പൊതികൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നാട്ടിലുള്ള സമയമാണല്ലോ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കുറച്ചുകൂടെ ആണുങ്ങൾ കുറച്ചുകൂടെ ഡയാലിസിസ് അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ അർഹതപ്പെട്ടവരായിട്ടുള്ള പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ മേടിക്കും. പിന്നെ നമ്മൾക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് മർച്ചൻ്റ് നേവി ഓഫീസേഴ്സിൻ്റെ, അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഇവരുടെ അവസ്ഥകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജോലിയും തിരക്കും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ളവരുണ്ട്. അവർ ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഓരോ 2 പൊതിച്ചോറുകൾ മേടിക്കാറുണ്ട്. ഒരുമിച്ച് കളക്ട് ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളവരെ ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കും. എന്നിട്ട് ഒരുമിച്ച് ഒരു അനാഥാലയത്തിൽ
കരുണാലയത്തിൽ കൊടുക്കുകയും അതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായത് ഇത്രയും നാളായിട്ട് എനിക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെ ഇറങ്ങി അങ്ങ് പോകാൻ പ്രേക്ഷിത പ്രവർത്തനം പോയി കുറച്ച് നേരം ചെയ്താൽ തിരിച്ചു വരാൽ. പക്ഷേ ഈ രാവിലെ 4 മണിക്കൊന്നും എഴുന്നേറ്റ് കുളിപ്പിക്കാനൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഇതിപ്പോൾ സിൽവർ ഗ്രേയിലേക്കായി എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഇത്രയുമല്ല, ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുണാലയത്തിൽ പോയിട്ട് 4 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്. അവിടെ ചെന്ന് ഞാൻ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അത് മെയിൽ വാർഡായിരുന്നത് കൊണ്ട് ഹസ്ബൻഡിനാണ് കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നത്. ഹസ്ബൻഡിന് കുട്ടികളുടെ തന്നെ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഹസ്ബൻഡ് ഏകദേശം 6-7 പേരോളം ഒരുമിച്ച് നിന്ന് ഓരോരുത്തരെ മാറ്റി കുളിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുള്ള ഒരു ഞങ്ങൾക്ക് അവസരം ഈ ഉടമ്പടി വഴിയായിട്ടാണ് ലഭിച്ചത്. ആത്മീയ ജീവിതത്തിൽ വളരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന 2024 മുതൽ ഞങ്ങൾ 25 വരെ 25-ലും 1 ഞങ്ങൾ കുർബാന അടുപ്പിച്ച് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണും. കുർബാന ഒരു 5 മിനിറ്റ് ലേറ്റായി അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത എടപ്പള്ളി വരെയാണെങ്കിലും നമ്മുടെ കാക്കനാട് നിന്ന് പോയിട്ട് അവിടെ കാണുകയുള്ളൂ കുർബാന. അത്രയും ദൈവത്തോട് അടുക്കാനുള്ള ഒരു ഭാഗ്യം നൽകി. അതുപോലെ തന്നെ ആൾത്താരയോട് ചേർന്ന് കുറച്ചുകൂടെ കൂടുതൽ ഈശോയുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ എന്നെ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ലേഖന വായന, അതുപോലെ കൊയറിൽ നന്നായി പാടും ഞാൻ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, എപ്പോഴും ഫിയർ, അതിനകത്തേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാറ് തന്നെ എന്നെ നിർബന്ധിച്ച് എന്നെ കൊയറിലേക്ക് അംഗമാക്കുകയും ഞാൻ പിന്നെ നിരന്തരം കൊയറിൽ പാടാനൊരവസരം, അങ്ങനെ അതായത് അവിടെ നിന്ന് കുർബാന കൂടാതെ ഒരുപടി മുന്നിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വിട്ടുള്ള ഒരു കളിയിൽ എനിക്കില്ല. കാരണം ബൈബിൾ വായിക്കും ഞാൻ നന്നായിട്ട്. എപ്പോഴും എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ബൈബിൾ വായിക്കണം. എനിക്ക് വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളിടിച്ച് നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ വചനം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കും. കാരണം ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടാവാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉടമ്പടിയാണ് എൻ്റെ ജീവിതം. ഈ മാതാവ് എന്നെ കൊണ്ട് നടക്കുന്നതാണ്. അത് കാരണം കൊണ്ട് എനിക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതൊന്നും ആലോചിച്ചുകൊണ്ടല്ല, ഞാനിങ്ങനെ അച്ഛനോട് ആവലാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഇതാണ്, ഇങ്ങനെയാണെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിലേക്ക് നോക്കുന്ന കുരിശും കണ്ടു. അതോടെ ആ സ്വപ്നം അവിടെ തീർന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ളൊരു സ്വപ്നമാണ് ഞാനതെന്ന് വിചാരിക്കുന്നു. ഞാൻ ജോസഫ് അച്ഛനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അച്ഛനെ നന്നായിട്ട് തന്നെ കണ്ടു. കാരണം നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് കിടക്കും. പക്ഷേ പരിശുദ്ധ ഇതെങ്ങനെയൊന്നും ഒരു സ്വപ്നത്തിലേക്ക് വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അച്ഛനെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടിരുന്ന് സംസാരിക്കുന്നതായിട്ട്, അപ്പോൾ ഞാൻ അവലാതി പറയുന്നതും അച്ഛൻ തിരിച്ചു പറയുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം, അതൊരു വലിയൊരു സാന്നിധ്യമാണ്. പിന്നെ ഒരു കാശുരൂപം, ഞങ്ങൾക്കൊരു മിറാക്കിളൊരു സംഭവിച്ചതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി, അതൊന്ന് പറയാം. പരിശുദ്ധ 2023 ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും 2024 ഷിപ്പിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാശുരൂപം കളഞ്ഞു പോവുകയും, അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഷിപ്പിൽ പോയതാണോ നാട്ടിൽ പോയതാണോ എന്നുള്ള ഒരു ശരിക്കുള്ളൊരു ഐഡിയ ഹസ്ബൻഡിനില്ല. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി കുറേ ദിവസങ്ങൾ തപ്പി നടക്കുകയൊക്കെ ചെയ്ത്, എന്നാൽ ഷിപ്പിലായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. മനസ്സമാധാനത്തിൽ ഇങ്ങനെ അലച്ചിലുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2025 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ആ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പം ഓൾറെഡി ഉടമ്പടി ഉണ്ടല്ലോ നേരത്തെ എടുത്തത്, അപ്പോൾ പുതുക്കിയാൽ മതിയല്ലോ. അപ്പം പക്ഷേ കാശുരൂപമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരാശങ്കയായി, എന്ത് ചെയ്യും, ഉടമ്പടി പുതിയതെടുക്കണോ, ഇങ്ങനെ ഒരു ആശങ്കയിൽ നിന്ന സമയത്താണ് നമ്മൾ കാറ് മേടിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് പുറത്ത് പോയപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിൽ ഈ പേഴ്സ് യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഈ പേഴ്സിൽ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം എവിടെയും മറന്നു വെക്കും, എല്ലാം കാണാതെ പോവുകയും ചെയ്യും. പേഴ്സ് കൊണ്ടായാലും മറന്നു വെക്കും, ATM കാർഡ് എല്ലാം കാണാണ്ട് പോവും. അപ്പം ക്രെഡിറ്റ് കാർഡ് ആൾ പോക്കറ്റിലിട്ടിരുന്നത് കാണാണ്ട് പോയി, മിസ്സായി. തിരിച്ചു വന്നു, വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞില്ല. വീണ്ടും ആൾ പോയി മെട്രോ സ്റ്റേഷനും ഒക്കെ പോയി തപ്പിയിട്ട് തിരിച്ചു വന്നു, എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ രാത്രി കുരിശ് വരയ്ക്കാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ്, ഇനി അത് ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് പുതിയത് എടുത്തിട്ട് ഇത്രയും സമയം എടുക്കുകയും ചെയ്യുമല്ലോ വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് തന്നെ ഉണ്ടാവും പേഴ്സിനെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് പോയിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ പേഴ്സിൽ ചില്ലറ തുട്ടുകളും അച്ഛൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് തന്ന ചെറിയ കാശ് രൂപങ്ങളും ഉള്ളൂ.
അപ്പം ഇങ്ങനെയുള്ള ഇതിനകത്ത് ആ ചെറിയ ഇത് തുറന്ന ഉടനെ തന്നെ ഈ വലിയ കാശുരൂപം അതിനകത്ത് ഇരിക്കുകയാണ്, വലിയൊരു മാജിക് സംഭവിക്കുന്നത് പോലെ. കാരണം ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ തപ്പി നടന്നാണ് ഈ എക്സാമിന് പോകുന്ന ഇത്രയും ദിവസങ്ങളും ഞങ്ങൾ ഈ പേഴ്സ് തന്നെ തുറന്നാണ് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തേച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛൻ തന്ന കാശുരൂപം എടുത്ത് അതിലേക്ക് ഉപ്പ് തേക്കുകയും തൈലം തേക്കുകയും ഉപയോഗിക്കുകയും എപ്പോഴും യൂസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനകത്ത് അന്നൊരു ദിവസം ഈ ക്രെഡിറ്റ് കാർഡ് കാണാതെ പോയ ദിവസം തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ ഈ കാശ് രൂപം ഇതിനകത്താണ് ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. പരിശുദ്ധാമ്മ സംഭവിപ്പിച്ച ഒരു വലിയ മാജിക് പോലെ സംഭവിച്ച ഒരു കാര്യം, വലിയൊരു മിറാക്കിളാണ് ഞങ്ങൾക്കത് തിരിച്ചു തന്നത്. അതുകൊണ്ട് ഉടമ്പടി ഞങ്ങൾ പുതുക്കുക. പരിശുദ്ധാമ്മ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നു. അമ്മയുടെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയത് സുഗന്ധാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കും ഒരു സുഗന്ധാഭിഷേകം. സ്വപ്നം കാണാറുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എനിക്കൊരു സുഗന്ധാഭിഷേകം കിട്ടണില്ലല്ലോ, അതെങ്ങനെയാണ്? മഴവില്ലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി 2 ആഴ്ചയ്ക്ക് മുകളിലായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മെയ് 1-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ തിരിയിൽ ഇങ്ങനെ ഒരു രൂപം മുകളിലേക്ക് പൊങ്ങി അത്രയും ഭാഗത്തെ തിരി കത്തണില്ല. ഇതാണ് ഫോട്ടോയായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തിരിയായിട്ട് തന്നെ വന്ന് സിസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വേറെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് സിസ്റ്റർ പറഞ്ഞായിരുന്നു കയ്യിൽ വെച്ച് വയ്ക്കാൻ. ഇപ്പം ഞാനിത് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ്. ഇതിൽ നന്നായിട്ട് മാതാവിനെ നമുക്ക് തെളിഞ്ഞ് കാണാം ഈ ഫോട്ടോയിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പം ഇങ്ങനൊരു രൂപം അതിനകത്തൊന്നുമില്ല. പിറ്റേ ദിവസം വരയായിട്ട് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസവും 3-4 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു രൂപമായിട്ട് വന്നത്. അതിൽ നമ്മൾ തിരി കത്തിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തെളിഞ്ഞ് കാണും. ഇത് ഫോട്ടോ കൂടി എടുത്ത സമയത്ത് നന്നായിട്ട് മാതാവിനെ ഇതിനകത്ത് കാണാം. നമ്മൾക്ക് ഹാർട്ട് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തിരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുഗന്ധാഭിഷേകമാണെങ്കിൽ എനിക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളായിരുന്നു. ഞാനത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമ്പം അവരത് വിശ്വസിക്കണമെന്ന് പോലുമില്ല. ഇതിപ്പം എനിക്ക് മാതാവ് തന്നത് ഈ തിരിയിലാണ് തന്നത്. ഇത് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും ഇത് കാണിച്ചു കൊടുത്ത് തന്നെ എൻ്റെ ഈ വിശ്വാസം പറയാം. ഞാൻ പോകുന്നിടത്തൊക്കെ കാണിക്കാറുണ്ട് ഫോട്ടോ ഫോണിൽ. പരിശുദ്ധ അമ്മ കൃപാസന മാതാവിൻ്റെ തന്നെ രൂപമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഇപ്പം പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പുതിയൊരു വണ്ടി മേടിക്കാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കണമായിരുന്നു. പരിശുദ്ധ അമ്മ അതിനെ സഹായിച്ചു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം നേരത്തെ കുട്ടിക്ക് സിസേഴ്സ് പോലെ വന്നിരുന്നു. ആ സമയത്ത് അവൾക്ക് ഒരൊട്ടും ബോധമില്ലാത്ത രീതിയിൽ സാധാരണഗതിക്ക് കാണുന്നതിനെക്കാട്ടിലും ഇങ്ങനെ പിടിക്കുകയോ ബലം പിടിക്കുകയോ ഒന്നും അല്ലാതെ അവളുടെ 1 വയസ്സിന് മുന്നേ തന്നെ ഇങ്ങനെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കളറ് മുഴുവൻ പേളായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്തും ധൈര്യം കൈവിടാതെ, ഹസ്ബൻഡും ഇല്ല, രാത്രി എനിക്ക് വേറൊരാളെ ആശ്രയിക്കണം 12 മണിക്ക്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ താഴെ ഓടി വന്നിട്ട് കൊച്ചിനെ പിടിച്ചുകൊണ്ട് തന്നെ കുലുക്കി പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ അടുത്ത വീട്ടിലേക്ക്, അമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മ, ഓടിച്ചു വിടുന്നത്. അമ്മ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്നു. ആൾ വിളിച്ചുകൊണ്ട് വന്നു. അത്രയും നേരം കുലുങ്ങിട്ട് കൊച്ചു അനങ്ങുന്ന പോലും ഇല്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ആയ സമയത്തിനാണ് കൊച്ചിന് ഇങ്ങനെ കണ്ണ് തുറന്നൊന്ന് നോക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും വളരെ നോർമലായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒബ്സർവേഷൻ്റെ ഒരു ഇതെടുക്കേണ്ടിയേ വന്നുള്ളൂ. അതിന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല സാക്ഷ്യം. അവർക്കിപ്പോൾ 3 വയസ്സായി. ഇതുവരെ ഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടിയും വഴിയായിട്ട് നമ്മൾ ഉടമ്പടി വഴിയിലൂടെ വെട്ടി ഒരുക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം ഈശോയിലേക്ക് അടുക്കാനുള്ള എൻ്റെ ഈശോ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം എൻ്റെ ഈശോ എന്ന് ഞാൻ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ആ രീതിയിലേക്ക് ആക്കി തന്നത്, എന്നെ അത് പറയാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് അറിവില്ല. നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് അച്ഛൻ കുശുദ്ധ കുർബാനയെ പറയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് ഈശോ നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളി വരികയാണെന്ന് നോക്കുള്ളൂ. ഇത്രയും ബോധ്യം എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും വയസ്സ് വേണ്ടി വന്നു. ഇത്രയും ഈ ഉടമ്പടിയിൽ ഇത്രയും എത്തേണ്ടി വന്നു. എനിക്ക് വിശുദ്ധ കുർബാന ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അതിന് എന്നെ ഉടമ്പടി എത്രമാത്രം എന്നെ സഹായിച്ചു എന്നുള്ളതിന് എനിക്ക് നല്ല ബോധ്യതയുണ്ട്. ഞാൻ എപ്പോഴും എന്നെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് അലച്ചിലുകൾ ബുദ്ധിമുട്ട്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് മടുത്ത് മുകളിലേക്ക് നിലകളിലേക്ക് ചില വാർഡുകളിലൊക്കെ ചെല്ലുമ്പോൾ ദൈവവചനം അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ എനിക്ക് ദൈവം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വചനം എനിക്ക് കിട്ടാണ്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ മുൻപിൽ എഴുതിയ വചനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞാൻ ഒട്ടും ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും
ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഹസ്ബൻഡിനെ ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. ആളിന്ന് നാട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഹോസ്പിറ്റൽ, സ്കൂള്, വീട് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ സമയങ്ങളിലെല്ലാം മാതാവ് എൻ്റെ കൂട്ടത്തിൽ, ചില സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ICU അഡ്മിഷൻ എന്ന് പറയും. ആ സമയത്തും ഞാൻ പതറാതെ അവിടെ നിന്ന് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അമ്മ തരുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഇതുപോലെ താങ്ങി നിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിലനിർത്തും. സങ്കീർത്തനം 27:5 പഴയ കാലങ്ങളിൽ ദൈവവുമായിട്ട് ജനങ്ങൾ ഉടമ്പടി ചെയ്തത് ക്ലേശകാലങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ക്ലേശകാലങ്ങളിൽ നമ്മുടെ കഴിവിനേക്കാൾ വലിയ ആവശ്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് പറ്റുന്ന ആ കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃപ നൽകുന്ന ഒരു പുതിയ വഴിയാണ്, ഇന്നിൻ്റെ വഴിയാണ് ഉടമ്പടി. ദൈവത്തെ ഇഷ്ടപ്പെടുത്തിയെടുക്കാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ഉടമ്പടി ജീവിതം. ഉടമ്പടി നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു കൃപയുടെ ഒരു ജീവിതമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കഷ്ടകാലത്ത് കാത്തു സൂക്ഷിക്കുമെന്നാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം നമ്മെ കഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഈശോയുടെ അരികിലേക്ക് കരം പിടിച്ച് നയിക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നമ്മുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിക്കുന്നതും നമുക്ക് ലഭിക്കുന്ന ഓരോ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് കഷ്ടകാലത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരുണയും സംരക്ഷണവും സ്നേഹവും എല്ലാം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഉടമ്പടിയിൽ ദൈവം നമ്മെ തൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നയിക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മീയ സംരക്ഷണമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. ജീവിതം പാറയായ യേശു ക്രിസ്തുവിലാണ് ഉറപ്പിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കുന്നവരുടെ ഓരോ ജീവിത സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് ജിൻസിമോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപാസനത്തിലൂടെ കൃപ ഒഴുകുന്ന ഒരു വഴിയാണ് ഉടമ്പടി. ദൈവം ഇഷ്ടപ്പെട്ട ജനങ്ങൾ വളരെ കുറവാണ്. ഉടമ്പടി ജീവിതം തിരഞ്ഞെടുത്ത മക്കളുടെ കൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ വിശ്വാസത്തോടെ നമ്മൾ നയിക്കുമ്പോഴാണ് ഈശോയുടെയും അമ്മയുടെയും കൃപ നമ്മളിലേക്ക് വരുന്നത്. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തുമെന്ന കർത്താവ് തന്നെ ഇവരെ ഉയർന്ന പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ കണ്ണീർ തുടയ്ക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേട്ട് നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജിൻസി മോൾക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശു